നമസ്കാരം. വസ്തു വാങ്ങുമ്പോൾ ക്ലിയർ ടൈറ്റിലാണെന്ന് എങ്ങനെ ഉറപ്പുവരുത്താം? നമ്മുടെ നാട്ടിലെ പ്രോപ്പർട്ടി ലോ വളരെ സങ്കീർണമാണ്. നമ്മൾ കേരളത്തിൽ ഒരു വസ്തു വാങ്ങുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ ക്ലിയർ ആണെന്ന് എങ്ങനെ ഉറപ്പുവരുത്താം? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇതിന് സരസനായ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ആ സ്ഥലം വെച്ച് ഒരു ബാങ്ക് ലോണിന് അപേക്ഷിച്ചാൽ മതി. ബാങ്കുകാർ അത് മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ച് ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തി തരും. ശരിയാണ്, ബാങ്ക് നമ്മുടെ ആധാരം കണ്ണുമടച്ച് വാങ്ങി പെട്ടിയിൽ വെച്ച് ലോൺ തരില്ല. അവർ ഒരു ലോയറെ വെച്ച് സൂക്ഷ്മ പരിശോധന നടത്തും. ഇത് നമുക്കും ചെയ്യാം. അതിനുള്ള ലളിതമായ സ്റ്റെപ്പുകളാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മെയ്ഡ് ഈസി. വാങ്ങാൻ പോകുന്ന വസ്തുവിൻ്റെ കുടിക്കടം പരിശോധിച്ചാണ് ടൈറ്റിൽ ക്ലിയർ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഇതിനായി 30 വർഷത്തെ കുടിക്കടം പരിശോധിച്ചാൽ മതിയാകുന്നതാണ്. എന്താണ് കുടിക്കടം സർട്ടിഫിക്കറ്റ്? ഇതിനെ എൻകംഫറൻസ് സർട്ടിഫിക്കറ്റ് എന്നും ബാധ്യത സർട്ടിഫിക്കറ്റ് എന്നും പറയുന്നു. പേര് പോലെ തന്നെ ആ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ചാർജുകൾ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഈ കുടിക്കടം സർട്ടിഫിക്കറ്റിൽ തെളിഞ്ഞു കാണും. ഇത് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ സൈറ്റിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഫീസ് ഉണ്ട്. നമ്മൾ പരിശോധനയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ഭൂമിയുടെ സർവേ നമ്പർ അടിസ്ഥാനമാക്കിയാണ് ആ ഭൂമിയിലെ ബാധ്യതകൾ പരിശോധിക്കുന്നത്. ആ ഭൂമിയിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ആധാരങ്ങളുടെ വിശദാംശങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കും. അതുപോലെ ഏതെങ്കിലും കോടതി അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടെങ്കിലും ഇതിൽ അറിയാൻ കഴിയും. പ്രോപ്പർട്ടി ഏതെങ്കിലും ബാങ്കിലോ ധനകാര്യ സ്ഥാപനത്തിലോ ഈട് വെച്ച് ലോൺ എടുത്തിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ എഴുതുന്നതാണ്. റവന്യൂ റിക്കവറി ജപ്തി വന്നാലും സെക്ഷൻ 36 പ്രകാരമുള്ള ജപ്തി അറിയിപ്പ് ഈ ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ എഴുതണമെന്നാണ്. അത് പിന്നീട് ലിഫ്റ്റ് ചെയ്താൽ മാത്രമേ ആ ബാധ്യത ഇല്ലാതായി എന്ന് പറയാനാകൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്തരം ചാർജുകൾ സബ് രജിസ്ട്രാറെ അറിയിക്കാതിരിക്കുകയും അതുപോലെ രജിസ്ട്രാറുടെ ഓഫീസിലെ ബുക്ക് നമ്പർ 1-ലും അതിൻ്റെ ഇൻഡെക്സിലും രേഖപ്പെടുത്താൻ വിട്ടുപോയാലും ബാധ്യതാ വിവരം ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ പ്രതിഫലിക്കണമെന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചതുകൊണ്ട് മാത്രം ടൈറ്റിൽ ക്ലിയറായി എന്ന് പറയാനാകില്ല. അപ്പോൾ രണ്ടാമതായി വസ്തുവിൻ്റെ ആധാരം, പട്ടയം, മുന്നാധാരങ്ങൾ ഇവ ബാധ്യതാ സർട്ടിഫിക്കറ്റുമായി ഒത്തുനോക്കി ക്രമപ്രകാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. കഴിഞ്ഞ 30 വർഷം വരെയുള്ള ആധാരങ്ങളും പട്ടയങ്ങളുമാണ് പരിശോധിക്കേണ്ടത്. ആധാരങ്ങളിൽ സർവ്വ സ്വാതന്ത്ര്യ അവകാശങ്ങളാണോ കൈമാറ്റം ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. ചിലപ്പോൾ പരിമിതമായ അവകാശങ്ങളെ കൈമാറ്റം ചെയ്യൂ. അതുപോലെ ലൈഫ് ഇൻട്രസ്റ്റുകളും മറ്റ് അവകാശങ്ങളും നിലനിർത്തിയും പ്രോപ്പർട്ടി കൈമാറാറുണ്ട്. ധനനിശ്ചയങ്ങളിലും ഇഷ്ടദാനങ്ങളിലുമൊക്കെ ഇങ്ങനെ അവകാശം റിസർവ് ചെയ്യാറുണ്ട്. പട്ടയം കിട്ടിയ സ്ഥലമാണെങ്കിൽ പട്ടയിലെ വ്യവസ്ഥകൾ റിസർവ്ഡ് ആയിരിക്കും. ആധാര പരിശോധന കഴിഞ്ഞാൽ വളരെ പ്രധാനമായി പരിശോധിക്കേണ്ടത് റവന്യൂ റെക്കോർഡുകളാണ്. ഇതിനായി റവന്യൂ റെക്കോർഡുകളുടെ പകർപ്പ് ഫീസ് അടച്ച് ശേഖരിക്കേണ്ടതാണ്. ഏതെല്ലാമാണ് ശേഖരിക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായി ഏത് വർഷം മുതലുള്ളതാണ് പരിശോധിക്കേണ്ടതെന്ന് പറയാം. നമ്മുടെ നാട്ടിൽ ഭൂമിയുടെ ടെന്വറിൽ കാതലായ മാറ്റം വന്ന തീയതി എന്ന് പറയുന്നത് 1/1/1970 ആണ്. ആ തീയതിക്ക് മുൻപ് ഭൂമിയുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു, അതിനുശേഷം എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നതാണ് പ്രധാനം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറിയിലുള്ള മുഴുവൻ ഭൂമിയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലായി തീർന്നു. അതിൽ ജന്മാവകാശമുള്ള ഭൂമികൾ സ്വകാര്യ വ്യക്തികൾക്ക് നിലനിർത്തി കിട്ടി. എന്നാൽ ജന്മാവകാശമുള്ള ഭൂമികളിൽ തന്നെ 80% ഭൂമി ഇടനിലക്കാരുടെയോ പാട്ടക്കാരുടെയോ കൈവശമായിരുന്നു. അത് ടെനൻസി റൂൾ പ്രകാരവും ജന്മാവകാശമുള്ള 20% വരുന്ന ഭൂമികൾ സീലിംഗ് റൂൾ പ്രകാരവും തീർച്ചപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിലൊന്നും പെടാതെ സർക്കാരിലേക്ക് നേരിട്ട് വെസ്റ്റായ ഭൂമികൾ പിൽക്കാലത്ത് സർക്കാർ ഭൂമിയായി അറിയപ്പെടുകയും സർക്കാർ അതിന് പട്ടയം നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. അത് വ്യവസ്ഥകളോടെ ആയിരുന്നു. ഈ വ്യവസ്ഥകൾ എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കും എന്നതാണ് ഒരു പട്ടയഭൂമിയുടെ പ്രത്യേകത. ഇങ്ങനെ ഭൂമിയും കൈവശക്കാരനുമായുള്ള അവകാശബന്ധം പല നിയമങ്ങൾ പ്രകാരമാണ് സ്ഥാപിക്കേണ്ടത്. അത് ശരിക്കും ഒരു ലോയർക്ക് മാത്രമേ സാധിക്കൂ. എങ്കിലും ലീഗൽ പ്രിസം പോലുള്ള ചാനലുകളിൽ നിന്നും സാമാന്യമായ അറിവ് നേടിയവർക്ക് വീണ്ടും അന്വേഷണം നടത്തി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടു പോകാനാകും. നമ്മൾ പറഞ്ഞത് 1/1/1970 വെച്ചാണ് ഭൂമിയുടെ ഉടമസ്ഥതയിൽ വലിയൊരു ഷിഫ്റ്റ് വരുന്നത് എന്നാണ്.
അതുകൊണ്ട് 1960 മുതൽ എപ്രകാരമാണ് ഒരു ഭൂമിയുടെ അവകാശ ബന്ധത്തിൽ മാറ്റങ്ങൾ വന്നത് എന്നതാകും ഒരു ലോയറുടെ മനസ്സിലുള്ള ചിന്ത. ഇവിടെ റവന്യൂ ഓഫീസിലെ എ രജിസ്റ്റർ, ബി രജിസ്റ്റർ ഇവ പരിശോധിച്ചാകും മുന്നോട്ട് പോകുക. കൂടാതെ നിലവിലെ തണ്ടപ്പേർ അക്കൗണ്ട്, നികുതി അടവ് വിവരം ഇവയും പരിശോധിക്കും. ഇത്രയും പരിശോധിക്കുമ്പോൾ ഭൂമിയുടെ ഇനം, തരം, ടെന്യുവർ ഇവ മനസ്സിലാകും. അതിനുശേഷം ഫീൽഡ് മെഷർമെൻറ്റ് സ്കെച്ച് പ്രകാരമാണോ സ്ഥലം കൈവശം വെച്ചിട്ടുള്ളതെന്ന് നോക്കും. കൈവശം വെച്ചിട്ടുള്ള സ്ഥലത്തിൽ പുറമ്പോക്ക് എന്ന് പറയുന്ന സർക്കാർ പ്രോപ്പർട്ടി കയറി വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ അയൽക്കാരൻ്റെ പറമ്പിൽ നിന്നും വെട്ടിയെടുത്ത ഭൂമി വന്നിട്ടുണ്ടോ എന്നും എലുക പ്രകാരം പരിശോധിക്കും. എലുകയിൽ വ്യത്യാസം വന്നാലോ അതിരളവുകളിൽ വ്യത്യാസം വന്നാലോ ബൗണ്ടറി ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് കണക്കാക്കും. സർവേ നമ്പറുകൾ കോറിലേറ്റ് ചെയ്ത് നോക്കുമ്പോഴും ബൗണ്ടറി ഡിസ്പ്യൂട്ട് അറിയാൻ കഴിയും. ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നീട് പരിശോധിക്കുന്നത് വീട് വയ്ക്കാൻ സാധിക്കുന്ന ഭൂമിയാണോ എന്നായിരിക്കും. റെസിഡൻഷ്യൽ ഭൂമികൾക്ക് വില കൂടുതലായിരിക്കും. കൃഷിഭൂമികളായി റിസർവ് ചെയ്തിട്ടുള്ള ഭൂമികളിൽ വീട് വയ്ക്കുന്നതിന് നിയന്ത്രണം ഉണ്ട്. പ്രധാനമായി കൃഷിഭൂമിയായി റിസർവ് ചെയ്തിരിക്കുന്നത് നെൽപ്പാടമാണ്. നമുക്കറിയാം അവിടെ വീട് വയ്ക്കാൻ കഴിയില്ല. അതുപോലെ തോട്ടഭൂമികളിലും വീട് വയ്ക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കാരണം അതും കൃഷിക്കായി റിസർവ് ചെയ്തിരിക്കുന്ന ഭൂമിയാണ്. മറ്റെല്ലാ ഭൂമികളിലും വീട് വയ്ക്കാവുന്നതാണ്. റെസിഡൻഷ്യൽ എന്ന അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. ഹൈ ടെൻഷൻ ലൈനുകൾ പോകുന്നത് കൊണ്ടോ EFLൽ ഉൾപ്പെട്ടതുകൊണ്ടോ ഒക്കെ കെട്ടിടം കെട്ടുന്നതിന് റെസ്ട്രിക്ഷൻ വന്നേക്കാം. നെൽവയലുകളാണെങ്കിൽ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണെങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ട് ആയിരിക്കില്ല. എന്നാൽ വസ്തുതാപരമായ പിശക് കൊണ്ട് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെങ്കിൽ അത് ഫോറം 5 നൽകി മാറ്റിയെടുക്കാനാകും. അതുപോലെ 2008 മുൻപ് കൺവേർഷൻ നടത്തിയതാണെങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ടായി മാറ്റിയെടുക്കാനാകും. എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഒരു നെൽവയലിൻ്റെ ഉടമ എന്ന നിലയിൽ വീട് വയ്ക്കാൻ ജില്ലാ അധികൃത സമിതി മുഖേന അനുമതി നേടിയ ഒരാൾക്ക് ആ അവകാശം വിൽപ്പന നടത്താനാകില്ല എന്നാണ് നിയമത്തിൽ. അപ്പോൾ അത് റെസിഡൻഷ്യൽ പ്ലോട്ടായി അതിൻ്റെ 2008 ഉടമയ്ക്ക് മാറ്റം വരുത്താം. എന്നാൽ വാങ്ങുന്ന ഉടമയ്ക്ക് നിയമതടസ്സം വരും. കൃഷിക്കായി പതിച്ച് പട്ടയം കൊടുത്ത ഭൂമിയിൽ വാണിജ്യ കെട്ടിടങ്ങളൊന്നും കെട്ടാൻ കഴിയില്ല എന്നാണ്. അത് മാറ്റിക്കൊടുക്കുന്ന നടപടി ഇപ്പോൾ സർക്കാർ തലത്തിൽ ക്ലാർക്ക് പോർട്ടൽ വഴി നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രത്യേക വീഡിയോ ഇട്ടിട്ടുണ്ട്. കരഭൂമി തരം മാറ്റാം എന്ന ടൈറ്റിലിൽ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു കെട്ടിടമുണ്ടെങ്കിൽ അത് അംഗീകൃത പ്ലാൻ പ്രകാരം പെർമിറ്റ് എടുത്ത് വെച്ചതാണോ എന്ന് ആരായണം. അതുപോലെ ആ പ്ലാൻ പ്രകാരമുള്ള സെറ്റ് ബാക്ക് ഏരിയ വിട്ടാണോ വീട് വെച്ചിട്ടുള്ളതെന്നും ഉറപ്പുവരുത്തണം. അനധികൃത നിർമ്മാണമാണെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾ വരും, പൊളിച്ചു നീക്കേണ്ടതായി വന്നേക്കാം. മറ്റൊരു പ്രധാന കാര്യം, താമസ വീടാണെങ്കിൽ വൈദ്യുതി, വെള്ളം എന്നിവയുടെ താരിഫ് റെസിഡൻഷ്യൽ റേറ്റിലേക്ക് മാറ്റി കിട്ടിയിട്ടുണ്ടോ എന്നതാണ്. അനധികൃത നിർമ്മാണമാണെങ്കിൽ താരിഫ് റെസിഡൻഷ്യൽ റേറ്റിലേക്ക് മാറ്റി കിട്ടില്ല. പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി, ഡ്രെയിനേജ് ഒക്കെ പരിശോധനാ വിഷയമാക്കേണ്ടതാണ്. കൂടാതെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നഗരസഭയിൽ പ്രോപ്പർട്ടി ടാക്സ് കൃത്യമായി അടയ്ക്കുന്നുണ്ടോ എന്നും വെരിഫൈ ചെയ്യേണ്ടതാണ്. ഇത്രയുമൊക്കെ ആയാൽ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ക്ലിയർ ടൈറ്റിലാണെന്ന് ഉറപ്പിക്കാൻ കഴിയും. പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത അന്തിമമായി തീർച്ചപ്പെടുത്താൻ ഒരു സിവിൽ കോടതിക്ക് മാത്രമേ കഴിയൂ എന്നാണ്. അഭിഭാഷകരെ ഓഫീസർ ഓഫ് ദ കോർട്ട് എന്നാണ് പറയുന്നത്. അഭിഭാഷകർ കോടതി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ലീഗൽ ഒപ്പീനിയൻ നൽകുന്നത്. അതുകൊണ്ട് അഭിഭാഷകരുടെ ലീഗൽ ഒപ്പീനിയൻ കോടതി ഉത്തരവ് പോലെ നിയമപരമായിരിക്കും. സാധാരണക്കാരുടെ സ്ക്രൂട്ടിനി പരിപൂർണമായിരിക്കണമെന്നില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം. പ്രിവിലേജ്ഡ് കൊറികൾ വാട്സാപ്പ് ചാറ്റിൽ ചോദിക്കാം. ഇത്തരം വിവരങ്ങൾ ഷെയർ ചെയ്ത് സഹായിച്ചാൽ അത് മറ്റുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു. ലീഗൽ പ്രിസം ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് നന്ദി.